നമസ്കാരം. കഥമം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഇന്ന് നവരാത്രിയുടെ 9ാം നാൾ. ഇന്ന് നവദുർഗയുടെ അംശമായ സിദ്ധിദാത്രിയെയും അംബികയുടെ അംശമായ പരമേശ്വരി ദേവിയെയാണ് വഴിപെടേണ്ടത്. സിദ്ധിദാത്രി എന്ന് വെച്ചാൽ അമാനുഷിക ശക്തിയെ തരുന്നവൾ എന്നാണ് അർത്ഥം. ഇന്ന് സിദ്ധിദാത്രി ദേവിയെ വഴിപെടുന്നവർക്ക് അമാനുഷിക ശക്തിയും എല്ലാ കാര്യങ്ങളിലും വിജയവും കിട്ടും എന്നാണ് വിശ്വാസം. എല്ലാ വർഷവും നവരാത്രിയിൽ 9ാം ദിവസം സരസ്വതി പൂജയും 10ാം ദിവസം വിജയദശമിയായിട്ടാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത്. പക്ഷേ 2025 നവരാത്രിയിൽ നമ്മൾ 10ാം ദിവസം സരസ്വതി പൂജയ്ക്കും 11ാം ദിവസം വിജയദശമിയായിട്ടാണ് ആഘോഷിക്കാൻ പോകുന്നത്. കാരണം 2025 ദശമി തിഥി വരുന്നത് ഒക്ടോബർ 1-നും 2-നുമാണ്. അതുകൊണ്ടാണ് നമ്മൾ 2 ദിവസമായിട്ട് ആഘോഷിക്കുന്നത്. നവരാത്രിയിൽ ദുർഗാദേവിയുടെ അംശമായ ശൈലപുത്രിയെ ആദ്യത്തെ ദിവസവും ബ്രഹ്മചാരിണിയെ 2ാമത്തെ ദിവസവും ചന്ദ്രകാന്ത ദേവിയെ 3ാമത്തെ ദിവസവും നമ്മൾ വഴിപെടുന്നു. 4, 5, 6 ദിവസങ്ങളിൽ കുഷ്മാണ്ഡ ദേവി അവതാരത്തെയും സ്കന്ദമാത അവതാരത്തെയും കാത്യായിനി ദേവി അവതാരത്തെയുമാണ് നമ്മൾ തൊഴുന്നത്. നവരാത്രിയുടെ 7ാം നാൾ ദേവി കാൽരാത്രി ദേവിയായി മാറി രക്തബീജശ്രീ നശിപ്പിച്ച് ഈ ലോകത്തെ അസുരന്മാരിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. നവരാത്രിയുടെ 8ാം നാൾ ദേവി മഹാഗൗരിയായി തൻ്റെ പഴയ രൂപത്തിൽ തിരിച്ചു വരികയും 9ാം നാൾ ദേവി സിദ്ധിദാത്രിയായി അവതരിച്ച് ഏവർക്കും അനുഗ്രഹം ചൊരിയുന്നു. സിദ്ധിദാത്രി ദേവിക്ക് എന്തൊക്കെ നൈവേദ്യം വയ്ക്കാം എന്ന് നോക്കാം. സിദ്ധിദാത്രി ദേവിക്ക് ഇന്ന് പാരിജാത പൂ കൊണ്ട് പൂജിക്കാവുന്നതാണ്. പഴം നിങ്ങൾക്ക് ഏത് പഴം ലഭ്യമാണോ അത് വെച്ച് പൂജിക്കാവുന്നതാണ്. നൈവേദ്യമായിട്ട് തേങ്ങയും ഹൽവയും വെച്ച് പൂജിക്കാവുന്നതാണ്. ഇന്ന് നിങ്ങൾ അണിയേണ്ട വസ്ത്രത്തിൻ്റെ നിറം പിങ്ക് കളറായാൽ നന്ന്, അതായത് റോസ് പൂ കളറായാൽ നന്ന്. അംബികയുടെ അംശമായ പരമേശ്വരി ദേവിയെയാണ് ഇന്ന് പൂജിക്കുന്നു എങ്കിൽ നമ്മൾ ദേവിയെ താമരപ്പൂ കൊണ്ട് പൂജിക്കാവുന്നതാണ്. നൈവേദ്യമായിട്ട് ചക്കരപ്പൊങ്കലോ കൊണ്ടക്കടല ചുണ്ടലോ നവാപ്പഴമോ അതായത് നാവൽപ്പഴം വെച്ച് നിവേദിക്കാം. ഏവർക്കും അഷ്ടമസിദ്ധികളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.